ഇന്ത്യയിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ സാധിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 224 സീറ്റുകളിൽ 136 MLA-മാരുടെ പിന്തുണയോടെ അധികാരത്തിലേറിയ സിദ്ധരാമയ്യ സർക്കാർ തെരഞ്ഞെടുപ്പിന് ശേഷവും വലിയ സ്വീകാര്യത നേടിയിരുന്നു. ജനഹിത പദ്ധതികൾ തന്നെയായിരുന്നു വിജയത്തിനും വളർച്ചയ്ക്കും കാരണമായത്. എന്നാൽ ചരിത്രം പെട്ടെന്ന് തന്നെ തിരുത്തപ്പെട്ടു. ഇതേ ജനഹിത പദ്ധതികൾ സർക്കാരിന്റെ തകർച്ചയിലേക്ക് വഴിതെളിക്കുന്നതിന് കാരണമായി മാറുന്നു എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് മന്ത്രിസഭയിൽ തന്നെ വിമതർ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇവിടെയാണ് BJPയുടെ എക്കാലത്തെയും ശക്തമായ ആയുധം ഓപ്പറേഷൻ താമരയ്ക്ക് സാധ്യത മുഴുകുന്നതും. കോൺഗ്രസ് മന്ത്രിയും MLA-മാരും BJPയിൽ നിരന്തരം കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് ആരവത്തിൽ കൂടുമാറ്റം ഭയപ്പെട്ടിരുന്നുവെങ്കിലും അല്ലലില്ലാതെ അത് ഒഴിഞ്ഞുപോയി. എന്നാൽ ഇപ്പോൾ കർണാടക സർക്കാരിൽ പ്രതിസന്ധി തുടരുന്ന ഇതേ സാഹചര്യത്തിൽ ഓപ്പറേഷൻ താമരയ്ക്ക് സാധ്യതകളേറെയാണ്. കർണാടകയിൽ നിന്നുള്ള BJP ദേശീയ ഭാരവാഹിയും 3 കേന്ദ്രമന്ത്രിമാരുമാണ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. എന്നാൽ 136 MLA-മാരുമായി കോൺഗ്രസ് പാറ പോലെ ശക്തമാണ് എന്നാണ് കോൺഗ്രസിന്റെ വാദം. എല്ലാ ദിവസവും സർക്കാരിനെ അട്ടിമറിക്കാൻ BJP ശ്രമിക്കുകയാണ്. കഴിഞ്ഞ വർഷം വാഗ്ദാനം ചെയ്ത 50 കോടി രൂപയിൽ നിന്ന് 100 കോടി രൂപയായി വാഗ്ദാനം അവർ ഉയർത്തുകയും ചെയ്തു. പക്ഷേ സർക്കാരും മുഖ്യമന്ത്രിയും ശക്തമാണെന്നാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെയും വാദം. കഴിഞ്ഞ ഒക്ടോബറിൽ BJP ഓപ്പറേഷൻ താമരയ്ക്ക് ശ്രമിക്കുന്നതായി ആരോപണമുയർന്നിരുന്നു. അന്ന് 50 കോടി രൂപയും മന്ത്രിസ്ഥാനവുമായിരുന്നു വാഗ്ദാനം ചെയ്തത്. 4 MLA-മാരെ BJP ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും ഇതിന് തെളിവുണ്ടെന്നും കഴിഞ്ഞ വർഷം രവികുമാർ ഗൗഡ വെളിപ്പെടുത്തിയിരുന്നു. കോൺഗ്രസ് MLA രവികുമാർ ഗൗഡയാണ് BJPയുടെ അണിയറ നീക്കം പരസ്യമാക്കിയത്. BJP ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷ്, കേന്ദ്ര സഹമന്ത്രി ശോഭ കരിന്തലാജ, പ്രഹ്ലാദ് ജോഷി, കേന്ദ്രമന്ത്രിയും ജനതാദൾ സെക്യുലർ നേതാവുമായ HD കുമാരസ്വാമി എന്നിവരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് MLA-മാരെ പണം നൽകി BJP പാളയത്തിൽ എത്തിക്കാൻ രഹസ്യ നീക്കം നടത്തുന്നതെന്നും രവികുമാർ ഗൗഡ പറയുന്നുണ്ട്. കൂടുമാറ്റ MLA-മാർക്ക് 50 മുതൽ 100 കോടി വരെയാണ് BJP വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇത് സംബന്ധിച്ച ഫോൺ കോൾ തനിക്ക് ലഭിച്ചിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് 50ഓളം MLA-മാരെ അടർത്തിയെടുക്കാനാണ് BJP രഹസ്യമായി നീക്കം നടത്തുന്നത്. തന്നെ ബന്ധപ്പെട്ട നേതാവിനോട് 100 കോടി രൂപ കയ്യിൽ വയ്ക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. വിഷയം എൻഫോഴ്സ്മെന്റിനെ, അതായത് EDയെ രേഖാമൂലം അറിയിക്കുന്നത് സംബന്ധിച്ച് സജീവമായി ആലോചിക്കുകയുമാണ്. കോൺഗ്രസ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ തുടക്കം മുതൽ BJPയും സഖ്യകക്ഷികളും ശ്രമം നടത്തി വരികയാണെന്നും എന്നാൽ BJPയുടെ കൗശലം വിജയം കാണാൻ പോകുന്നില്ല എന്നും രവികുമാർ ഗൗഡ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലും ഇദ്ദേഹം BJPയുടെ കുതിരക്കച്ചവടം സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് കോൺഗ്രസിലെ 4 MLA-മാർക്ക് 50 കോടി രൂപയാണ് BJP വാഗ്ദാനം ചെയ്തത്. ഇത് സംബന്ധിച്ചുള്ള തെളിവും അന്ന് രവികുമാർ ഗൗഡ പുറത്തുവിട്ടിരുന്നതാണ്. ഓപ്പറേഷൻ താമര എന്ന പ്രയോഗം 2008 മുതലാണ് വാർത്തകളിൽ നിറഞ്ഞത്. BJPക്ക് ഭൂരിപക്ഷം ഉറപ്പാക്കാൻ കർണാടക മുൻ മന്ത്രി G. ജനാർദ്ദനൻ റെഡ്ഡി MLA-മാരുടെ പിന്തുണ നേടാൻ ഈ പ്രത്യേക മാർഗമാണ് ഉപയോഗിച്ചത്. കൂടുമാറ്റ നിരോധന നിയമം മറികടന്നായിരുന്നു ഈ നീക്കം. ഇതിന് പിന്നാലെയാണ് കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം സർക്കാർ രൂപീകരിക്കാൻ BJP ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതെന്ന ആരോപണം ഉയർന്നു വരുന്നത്. കോൺഗ്രസ് സർക്കാരിലെ മന്ത്രി 50 മുതൽ 60 MLA-മാരുമായി BJPയിൽ ചേർന്നേക്കുമെന്ന് കുമാരസ്വാമി കഴിഞ്ഞ വർഷം മുതലേ പറയുന്നതാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും ഭരണകക്ഷിയായ കോൺഗ്രസിലെ സ്വാധീനമുള്ള മന്ത്രി BJPയിൽ ചേരുകയെന്നും കുമാരസ്വാമി അവകാശപ്പെട്ടിരുന്നു. ഇപ്പോൾ വീണ്ടും ഇതേ കരുനീക്കവുമായി BJP കളത്തിലിറങ്ങുമ്പോൾ മന്ത്രിസഭ അങ്കലാപ്പിൽ തന്നെയാണ്. EDയെ പേടിക്കുന്നവരെ എത്ര കാലം സംരക്ഷിക്കാൻ സിദ്ധരാമയ്യയ്ക്കോ DK ശിവകുമാറിനോ സാധിക്കുമെന്നതും ഒരു ചോദ്യം തന്നെയാണ്.